നമസ്കാരം. ഭാരതത്തിന്റെ സൈനിക കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ പകച്ചു പോയതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിന്നലാക്രമണത്തിൽ വിറച്ച പാകിസ്ഥാൻ രക്ഷയ്ക്കായി അമേരിക്കയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിന്നതിന്റെ രേഖകൾ പുറത്തുവന്നു. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാര രേഖകൾ വെളിപ്പെടുത്തുന്ന ഈ സത്യങ്ങൾ പാകിസ്ഥാന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി അഴിച്ചുമാറ്റുകയാണ്. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. മെയ് 7 ഇന്ത്യൻ വ്യോമസേനയും മിസൈൽ യൂണിറ്റുകളും അതിർത്തി കടന്ന് പാക് മണ്ണിലെ ഭീകരതാവളങ്ങൾ തകർത്തെറിഞ്ഞു. 1971 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. പാകിസ്ഥാൻ സൈന്യത്തിന് മറുപടി നൽകാൻ പോലും സമയം ലഭിക്കാത്ത വിധം കൃത്യവും മാരകവുമായിരുന്നു ഇന്ത്യയുടെ ആ പ്രഹരം. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അടുത്ത നീക്കം എപ്പോഴുണ്ടാകും എന്ന ഭയത്തിലായിരുന്നു പിന്നീട് പാകിസ്ഥാൻ. ഇന്ത്യയെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ വഴി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുക എന്നതായിരുന്നു. ഇതിനായി മാത്രം ഏകദേശം 45 കോടി രൂപയാണ് പാകിസ്ഥാൻ അമേരിക്കയിലെ ലോബിയിങ് ഏജൻസികൾക്ക് നൽകിയത്. വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയുടെ ആക്രമണം തടയാൻ പാകിസ്ഥാൻ കിണഞ്ഞ് ശ്രമിച്ചുവെന്ന് പുറത്തുവന്ന രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. വെറും പണമൊഴുക്കുക മാത്രമല്ല പാകിസ്ഥാൻ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയെ തടയണമെന്ന് ആവശ്യപ്പെട്ട് 60 തവണയാണ് പാകിസ്ഥാൻ അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ അപേക്ഷകൾ സമർപ്പിച്ചത്. ദയവായി ഇടപെടണം, ഇന്ത്യയെ ഒന്ന് ശാന്തരാക്കണം എന്നതായിരുന്നു ആ അപേക്ഷകളുടെ ഉള്ളടക്കം. തങ്ങളുടെ സൈനിക ശേഷിയിൽ വിശ്വാസമില്ലാത്ത ഒരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം തരം താഴ്ന്നുവെന്ന് ഈ 60 അപേക്ഷകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഭീകരവാദത്തിന് താവളമൊരുക്കിയാൽ പ്രത്യാഘാതം കഠിനമായിരിക്കും എന്ന ഇന്ത്യയുടെ താക്കീത് വെറും വാക്കല്ലെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നയതന്ത്ര സൈനിക വിജയം ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ. ഭാരതത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിന് മുന്നിൽ മറ്റൊരു രാജ്യം മുട്ടുമടക്കിയ ചരിത്രമാണിത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.